ഇങ്ങനെ പോയാ എന്റെ കുഞ്ഞിന്റെ മനോനില ആകെ താളം തെറ്റിപ്പോവും. ഇതിനൊക്കെ ആര് സമാധാനം പറയും? പകല് സ്വപ്നം കാണുന്നൊന്നും വലിയ കാര്യമല്ല മീരെ. നീ ഒന്ന് സമാധാനപ്പെട്. അച്ഛനെ കാണാത്ത വിഷമം ഉള്ളിൽ കിടക്കുന്നോണ്ട് അവള് സ്വപ്നം കണ്ടതായിരിക്കും. അപ്പോ എന്റെ കുഞ്ഞിന് ഇനിയും അവളുടെ അച്ഛനെ കാണണ്ടേ? അനൂപേട്ടൻ എന്നും ജയിലിൽ കിടക്കണമെന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. എന്റെ മീരെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഇങ്ങനെയാണെങ്കി എനിക്കിനി ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവാ. മീരെ, നീ എന്ത് ഭ്രാന്താടി പറയുന്നത്? ജീവിതത്തിൽ ഇതുപോലെയുള്ള പല പ്രതിസന്ധികളും വരും. അതിനെല്ലാം തരണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നും ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന പറയാൻ മാത്രമേ സമയം കാണുള്ളൂ. മീരെ, ഞാൻ അവന്റെ അമ്മയാ. 10 മാസം ഞാൻ എന്റെ വയറ്റിൽ കൊണ്ടു കിടന്ന് പ്രസവിച്ചത് അവന്. നിന്നേക്കാൾ ദുഃഖം എന്റെ നെഞ്ചിലുണ്ടടി. ഞാനത് പുറത്ത് കാണിക്കാത്തത് എന്റെ നെഞ്ച് കത്താച്ചിട്ടല്ല, ഉള്ളിലെ കരച്ചിൽ അടക്കി പിടിച്ച് ജീവിക്കുന്നത് കൊണ്ട്. എന്റെ മോന് ജാമ്യം കെട്ടി പുറത്തു വരാൻ ഓരോ നിമിഷവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മോള് പേടിക്കണ്ട കേട്ടോ, മോളുടെ അച്ഛൻ വരും. മീരെ, മോളുടെ വിഷമം അമ്മയ്ക്ക് അറിയാം. പക്ഷെ സഹിച്ചല്ലേ പറ്റൂ. അച്ചു സച്ചിൻ അവനെ കൊണ്ടുവരും. നീ ഒന്ന് സമാധാനായിട്ടിരിക്കും മീരെ. നീ വന്നേ. ഓ, ആ വക്കീൽ ഇതുവരെ വിളിച്ചില്ലല്ലോ. വിളിക്കും. എന്തായാലും അവര് സംസാരിക്കുന്നല്ലേ പറഞ്ഞത്. അമ്മയാണല്ലോ, താൻ സംസാരിക്കും. അമ്മ, എന്നെ തീതിരിക്കാനാണോ നിന്റെ ഉദ്ദേശം? അമ്മ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നു? പിന്നെ ഞാൻ എന്ത് വേണം? എന്റെ മോൻ ഇപ്പൊ ജയിലിൽ കിടക്കുക. ഇവിടെ അവന്റെ ഭാര്യയും മോളും ഉണ്ട്. അച്ഛനെ സ്വപ്നം കണ്ട് ആ കുഞ്ഞ് പകല് പോലും എണീറ്റിരുന്ന് കരയുക. ആ കരച്ചിലടക്കാൻ ഞാൻ എന്ത് ചെയ്യണം? മീര മോളെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന മൃതിന് ബഹളം വെക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ തന്നെ ഒന്ന് പറഞ്ഞതാ. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. നിനക്കൊന്നും മനസ്സിലാവില്ല അച്ചു. എത്രയും പെട്ടെന്ന് നിങ്ങൾ അനൂപിനെ ജാമ്യത്തിൽ ഇറക്കണം. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിനക്കറിയില്ല. ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് സഹിക്കുന്നില്ല. നമ്മുടെ കുടുംബത്തിൽ ആദ്യം ജനിച്ച കുഞ്ഞാ അവള്. ഇതുവരെ ആരും അവളെ കരയിച്ചിട്ടില്ല.
നിങ്ങളായിട്ട് ഇനി അവളെ കരയിക്കരുത്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ അനൂപിനെ ജാമ്യത്തിലിറക്ക്. ഇല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ അവനെ രക്ഷിച്ചോളാം. നീയും നിന്റെ അനിയത്തിയും കൂടെ അവിടെ സുഖമായിട്ടങ്ങ് ജീവിച്ചോ. അമ്മേ, നിണ്ടി പോരുത് നീ. നിന്റെ അനിയത്തി ഒരുത്തി ഉണ്ടല്ലോ അവിടെ. അനൂപ് ജയിലിലായിട്ട് ഇതുവരെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല അവള്. എന്റെ മോനെ ആരെങ്കിലും കൊന്ന പോലെ നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ. പ്രേമം തലയ്ക്ക് പിടിച്ച് അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയതാ നിന്റെ അനിയത്തി. അതിന് കൂട്ടുനിന്നത് നീയും. പക്ഷെ നിങ്ങൾ രണ്ടുപേരെ കൈപിടിച്ച് നടത്തിയതും വളർത്തിയതും ഒക്കെ അവനാ. അത് നിങ്ങൾ മറക്കരുത്. അച്ഛനെ പോലെ അല്ലേടി അവൻ നിങ്ങളെ നോക്കിയത്. നിന്റെ അനിയത്തിക്ക് ഇപ്പൊ ഞങ്ങളെ വലിയ പുച്ഛവാ. ഇതൊക്കെ പറഞ്ഞു സച്ചേട്ടാ, ആരെ വിളിച്ചാ ഈ പ്രശ്നം ഒന്ന് തീർക്കാൻ പറ്റും? ACP കാർത്തികിനെ വിളിച്ചു. കമ്മീഷണർക്ക് പരാതിയും കൊടുത്തു. കാര്യങ്ങളിപ്പോ നമ്മുടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാ നെല്ലിശ്ശേരിയും വൃന്ദാവനവും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവും. നമ്മൾ ചേർത്ത് പിടിച്ച ബന്ധങ്ങളൊക്കെ ഇല്ലാണ്ടായി പോവും. അവർക്കൊരാപത്ത് വരുമ്പോ രക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? എടോ, താനിങ്ങനെ വിഷമിക്കല്ലേ. താനൊന്ന് സമാധാനപ്പെട്, എല്ലാം ശരിയാവും. അനുവേട്ടനെ രക്ഷിക്കാനാ നമ്മൾ ശ്രമിക്കുന്നത്. അമ്മ തന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല ഇതൊന്നും. അമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. അമ്മയുടെ മകനെ ലോക്കപ്പിൽ കിടക്കുന്നേ. അത് അമ്മയ്ക്കുണ്ടാക്കുന്ന വേദന വളരെ വലുതാണ്. അച്ഛനെ കാണാതെ ആവണിമോട് കരഞ്ഞ പിന്നെ അവരെന്ത് ചെയ്യും? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ ഒരു കാര്യം താൻ മറക്കരുത്. തന്റെ വയറ്റിൽ നമ്മുടെ ജീവനുണ്ട്. ഈ ലോകത്ത് മറ്റൊന്നും എന്നെ തളർത്തില്ല. പക്ഷേ തന്റെ കണ്ണീരിന് മുന്നിൽ ഞാൻ തോറ്റുപോകും. താൻ വിഷമിക്കരുത്. തൻ്റെ കൂടെ ഞാനുണ്ട്. അനുപേട്ടനെ നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും. അഡ്വക്കേറ്റ് റാണിചന്ദ്ര വിളിക്കുന്നു. ചിലപ്പോ അയാള് കോംപ്രമൈസിന് സമ്മതിച്ചു കാണും. അല്ല സച്ചേട്ടാ, സംസാരിക്കാം. ഹലോ വക്കീലേ, നിങ്ങൾ എന്ത് ചതിയാ കാണിച്ചത്? നിങ്ങൾക്ക് വേണ്ടി മധുവിനോട് കോംപ്രമൈസ് ചെയ്യാൻ പോയ എന്റെ ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. ഇത്രയും നാള് ഞാൻ പറയുന്നത് അയാൾ കേട്ടു. ഇന്ന് അയാളുടെ വായിലിരിക്കുന്ന ചീത്ത മുഴുവനും ഞാൻ കേട്ടു. അതും നിങ്ങൾ കാരണം. മധുവിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്റെ അടുത്ത് കോംപ്രമൈസിന് വേണ്ടി വന്നത്? കേസ് കൊടുത്തിട്ടാണോ കോംപ്രമൈസിന് വരുന്നത്? നിങ്ങൾ ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് അറിയോ? സ്വന്തം മോളെ പോലെ കൊണ്ടു നടന്ന സഹോദരിയോ നിങ്ങളുടെ അളിയൻ വണ്ടി അടിച്ചു കൊന്നത്. ചെങ്കൽ മധു നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. ഒരു കാര്യം തീരുമാനിച്ച മുന്നും പിന്നും നോക്കാതെ അയാൾ നടത്തിയിരിക്കും. ഇനി അയാളുടെ ജീവൻ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഹലോ,
2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ ഇതുവരെ നന്ദേട്ടനൊന്നും സംസാരിച്ചിട്ടില്ല. അതിന് കുറച്ച് സമയമെടുക്കും. 6 മാസം നല്ല വിശ്രമം വേണം. വീട് വിട്ട് പുറത്തേക്ക് പോവാനേ പാടില്ല. അധികം വിസിറ്റേഴ്സിനെ അനുവദിക്കാൻ പാടില്ല. ചിലപ്പോ ഇൻഫെക്ഷൻ ഉണ്ടാവും. അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവും. ഇപ്പോ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ ഡോക്ടർ? പ്രോബ്ലം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ പ്ലാസ്മ മാറ്റി കൊടുക്കേണ്ടി വരും. അതിനുള്ള ആളെ കണ്ടുപിടിച്ചോണം. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാ. ഭർത്താവിനെ എത്രയും നന്നായി പരിചരിക്കുന്നോ അത്രയും വേഗം ഇദ്ദേഹം സാധാരണ നിലയിലേക്ക് വരും. മരുന്ന് മാത്രം പോരാ, നല്ല കെയറിംഗ് ആണ് വേണ്ടത്. അതെല്ലാം ഞാൻ ഏറ്റു ഡോക്ടർ. ആ. എന്റെ നന്ദേട്ടന് വേണ്ടി എത്ര കഷ്ടപ്പെടാൻ എനിക്ക് ഒരു മടിയില്ല. എന്റെ നന്ദേട്ടനെ തിരിച്ചു കിട്ടാൻ ഞാൻ ഏതെല്ലാം ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നറിയോ? നന്ദേട്ടന്റെ കാര്യങ്ങളെല്ലാം ഇനി ഞാൻ തന്നെ നോക്കും. വെരി ഗുഡ്. നിങ്ങളെപ്പോലൊരു വൈഫ് ഉണ്ടെങ്കിൽ നന്ദൻ പെട്ടെന്ന് തന്നെ ലൈഫിലേക്ക് മടങ്ങി വരും. നാളെ ഒരു സ്കാനിംഗ് കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം തീരുമാനിക്കാം. ശരി ഡോക്ടർ. ശരി. മോളെ, നിന്നോട് എന്തു പറയണമെന്ന് അച്ഛൻ അറിയില്ല. എന്റെ മോന്റെ ജീവിതം ഇനി നിന്റെ കയ്യിലാ. അച്ഛൻ എന്നോടൊന്നും പറയണ്ട. ഭർത്താവിനൊരു അപകടം വരുമ്പോ കൂടെ ഇരിക്കേണ്ടതും പരിചരിക്കേണ്ടതും ഭാര്യയുടെ കടമയാ. സത്യത്തിൽ നന്ദേട്ടനെ സ്നേഹിക്കാനുള്ള ഒരു അവസരം ഇതുവരെ നന്ദേട്ടൻ എനിക്ക് തന്നിട്ടില്ല. ഇപ്പോഴെങ്കിലും എനിക്കിതിനുള്ളൊരു അവസരം കിട്ടിയല്ലോ. എന്റെ നന്ദേട്ടനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എന്റെ ലോകം ഇനി നന്ദേട്ടൻ മാത്രം. അത് കേട്ടാ മതി മോളെ. ഞങ്ങൾ പുറത്തിരിക്കാം. സന്ദീപേ, വാ. ഇവിടെ പറഞ്ഞത് വല്ലതും താൻ കേട്ടോ? എന്തെങ്കിലും തനിക്ക് മനസ്സിലായോ? ഈ ആളുകൾക്ക് ബമ്പർ ലോട്ടറി അടിക്കാന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്റെ ഈ വീഴ്ച എനിക്കൊരു ബമ്പർ ലോട്ടറി തന്നെയാ. എന്തായാലും പണി ചെയ്തവന്മാര് നല്ല വൃത്തിയായിട്ട് പണി ചെയ്തു. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഡോക്ടർ പറഞ്ഞത് കേട്ടായിരുന്നോ? നാളത്തെ സ്കാനിങ് കഴിഞ്ഞാ വീട്ടിലോട്ട് കെട്ടിയെടുക്കുന്ന കാര്യം പറയാന്ന്. തനിക്ക് ചിലപ്പോ പ്ലാസ്മ മാറ്റി തരേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞത്. ബ്ലഡ് ഞാൻ തന്നു. ഇനി പ്ലാസ്മ അതും ചിലപ്പോ ഞാൻ തരും. പക്ഷേ ഇതിനോരോന്നിനും ഞാനൊരു വിലയിടും. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ അടുത്തുനിന്ന് ഞാനത് വാങ്ങുകയും ചെയ്യും. ഇവിടെ നിന്ന് വീട്ടിലേക്ക് തന്നെ കെട്ടിയെടുത്താലേ പിന്നെ തന്റെ കാര്യം മുഴുവൻ നോക്കുന്ന സ്നേഹമയ്യായ ഭാര്യയായിരിക്കും ഞാൻ. അത് എല്ലാവരുടെയും മുന്നിൽ മാത്രം. പിന്നെ തനിക്കൊരു കാര്യം കേൾക്കണോ?
കിട്ടിയ സമയം കൊണ്ട് നെല്ലിശ്ശേരിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താടോ തന്നെ അനങ്ങാത്തത്? അല്ല, ഇവിടുന്ന് ഇറങ്ങുമ്പോ ഞാൻ തന്നെ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുപോണോ, അതോ തന്റെ ഇഷ്ടകാമുകി സന്ധ്യയുടെ അടുത്തോണ്ടേന്നാക്കണോ? അതായിരിക്കും തനിക്ക് സന്തോഷം അല്ലേ? 7 വർഷം തന്നെ പൂട്ടിയിട്ടതുപോലെ അല്ല ഇനി തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ജീവിതകാലം മുഴുവൻ താൻ എന്റെ മുമ്പിൽ കിടന്ന് നരകിക്കാൻ പോവാ. താൻ കരയാണോ? ഇനി കരയാൻ എത്ര കിടക്കുന്നു? ഇനിയുള്ള തന്റെ ലൈഫിലെ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്നാ. കണ്ണീരൊഴുക്കി ദേ ഇതുപോലൊരു കട്ടിലിൽ താൻ ജീവിതകാലം മുഴുവൻ കിടക്കും. എഴുന്നേക്കാൻ സമ്മതിക്കില്ല ഞാൻ. അച്ഛാ, അവന്തികയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. നന്ദനും അവളും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറി പോലും ആഘോഷിക്കാൻ അവൻ വന്നില്ല. അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ടും ഒരപകടം പറ്റിയപ്പോൾ കൈത്താങ്ങായിട്ട് അവൾ മാത്രമേ ഉള്ളൂ. അവന്തികേട്ടത്തിക്കിപ്പോൾ നന്ദേട്ടൻ്റെ കാര്യത്തിൽ നല്ല കരുതലുണ്ട്. എന്തായാലും അത് നന്നായി. ഈ ഒരു അപകടം കൊണ്ടാണെങ്കിലും ഇനിയെങ്കിലും അവർ തമ്മിൽ നന്നായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. എന്നാലും ആരായിരിക്കും അവനോട് ഈ ചതി ചെയ്തത്? നന്ദന ആരെങ്കിലും ശത്രുക്കളുള്ളതായി നിനക്കറിയാമോ? ഇല്ല, ആരെയും ഒരു തരത്തിലും ദ്രോഹിക്കുന്ന ആളല്ലല്ലോ നന്ദേട്ടൻ. പിന്നെ എങ്ങനെ ശത്രുക്കൾ വരാനാ? ഇതിപ്പോ വല്ല ആളുമാറി സംഭവിച്ചതായിരിക്കുമെന്ന് എൻ്റെ സംശയം. അങ്ങനെ വരാൻ വഴിയില്ല. ഇത് അവനെ തന്നെ ലക്ഷ്യം വെച്ച് വന്നവരാണെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട്. മൊഴിയെടുക്കാൻ അവർ ചിലപ്പോൾ വന്നേക്കും. നമ്മുടെ വീട്ടിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഇതുപോലെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സ്നേഹയുടെ കാര്യം തന്നെ എടുക്കാം. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം അവൾ ആകെ ഡിപ്രഷനിലായതുപോലെ. ഇടയ്ക്ക് ആതിരി അനക്ക് എന്തെങ്കിലും പറയുമ്പോൾ അടുക്കളയിലേക്ക് വരുമെന്നല്ലാതെ കൂടുതൽ സമയം അവൾ മുറിയടച്ചിട്ടിരിക്കുകയാണ്. സ്നേഹയുടെ കാര്യത്തിൽ അടുത്തൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ ദുഃഖം മാറുമെന്ന് വിചാരിക്കാം. പക്ഷേ അതുപോലെ അല്ലല്ലോ നന്ദൻ്റെ അവസ്ഥ. ആ കിടപ്പ് കാണാൻ തന്നെ പ്രയാസം. സഹിക്കാൻ പറ്റുന്നില്ല. വളരെ റെയറായ ബ്ലഡ് ഗ്രൂപ്പാണ് നന്ദൻ്റേത്. അത് കൊടുത്തത് പോലും അവന്തികയാ. ഇനിയിപ്പോ പ്ലാസ്മ മാറ്റി കൊടുക്കണമെന്ന് പറയുന്നു. അതിനു പറ്റിയ ആളുകളെ കണ്ടുപിടിക്കണ്ടേ? വീണ് പോകുമ്പോഴാണ് ഓരോരുത്തരും ആർക്കൊക്കെ സഹായമായിട്ട് വരുമെന്ന് മനസ്സിലാക്കുന്നത്. ഇന്നലെ വരെ ശത്രുക്കളായിട്ടിരുന്നവരായിരിക്കും ഇന്ന് നമ്മളെ സഹായിക്കാൻ പോകുന്നത്. അവസരം മുതലാക്കി മിത്രങ്ങൾ പലരും അകന്നു പോവുകയും ചെയ്യും. നമ്മുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ അച്ഛനും അവന്തികേട്ടത്തെയും കൂടി ജോത്സ്യനെ കാണാൻ പോയിരുന്നു അല്ലേ? അച്ഛൻ സംശയിക്കണ്ട. അവന്തികേട്ടത്തെ എല്ലാ കാര്യങ്ങളും ആതിരയോട് പറഞ്ഞു. അങ്ങനെയാ ഈ കാര്യം ഞാൻ അറിഞ്ഞത്. സത്യത്തിൽ അത് ശരിയാണോ അച്ഛാ?
ആ ജോത്സ്യൻ അങ്ങനെ പറഞ്ഞോ? അച്ഛനേട്ടത്തിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ദയവ് ചെയ്ത് അച്ഛൻ ഈ അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോരുത്. അന്ധവിശ്വാസത്തിന് പിന്നാലെ പോയതല്ല. അങ്ങനെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ ഏതെങ്കിലും വഴിയിൽ ചാടിപ്പോയാൽ ഈ ഭൂമിയിൽ ദുരന്തം ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സംഭവിച്ച ഓരോന്നും നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുമ്പോൾ മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടു പോവും. അവിടെ ചെന്ന് ആ ജോത്സ്യൻ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അതിലെന്തോ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്ത്? ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്നോ? എന്റെ അച്ഛ, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും പറയല്ലേ. നന്ദേണ്ണ ഇതുപോലെ പറ്റിയപ്പോ അവന്റെ അടുത്ത് പേടിച്ചു കാണും. അന്ധവിശ്വാസങ്ങൾ മനുഷ്യരിൽ കുത്തി നിറച്ച് തമ്മിലടി ഉണ്ടാക്കി ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കാൻ ഇരിക്കുന്നവരാ പല ജ്യോത്സ്യന്മാരും. എല്ലാവരും അങ്ങനെയല്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കൂടുതൽ പേരും അങ്ങനെ ആളുകളെ പറ്റിക്കുന്നവരാണ്.